ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായ ഒരു ദിക്കെന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറാണ്. ഇത് തെക്കു പടിഞ്ഞാറെന്ന് പറയുന്നത് ഇവർ തങ്ങളുള്ള ഐക്യത്തിന്റെ ദിക്കാണ്. ഇവിടെ ഒരു നെഗറ്റീവ് വരുന്നതാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്നത്. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്തൊരു ടോയ്ലറ്റ് വരിക, തെക്കു പടിഞ്ഞാറ് ഭാഗം വീട് നിർമ്മിക്കുമ്പോൾ ആ മൂല നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുക. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ആ ഭാഗത്തിന്റെ സൗഭാഗ്യങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് ഡൈവേഴ്സ് എന്നിവ പോലുള്ളത് വരാൻ കാരണമാകും. ഇനി ഇവിടെ കലഹവും കേസും ഒക്കെ വരാൻ മറ്റ് ചില കാരണങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സാർ ഈ പറയുന്ന ടോയ്ലറ്റും ഇല്ല, ഈ മിസ്സിങ്ങും ഇല്ല, പുറത്തും ടോയ്ലറ്റ് ഇല്ല, പക്ഷെ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, എല്ലാ വീടിനും ഒരു ഫ്ലൈയിങ് സ്റ്റാർ കണക്കുണ്ട്. അപ്പോൾ ആ ഫ്ലൈയിങ് സ്റ്റാർ കണക്കനുസരിച്ചിട്ട് വീടിൻ്റെ ഓരോ ദിക്കിലും ഒരു എനർജി ഉണ്ട്. ആ എനർജി നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് ഫെങ്ഷുയിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം അതിൽ 3 എന്ന് പറയുന്ന നമ്പര് കലഹത്തിൻ്റെയും കേസിൻ്റെയും വഴക്കിൻ്റെയും നമ്പറായിട്ടാണ് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. ആ 3-ൽ നിങ്ങൾക്ക് ബെഡ്റൂമോ ആ 3-ൽ നിങ്ങൾക്ക് എൻട്രൻസോ ഉണ്ടെങ്കിൽ അടിക്കടി ഇത്തരം കലഹങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പ്ലാനിലൂടെ നമുക്ക് നോക്കാം. ഇതൊരു വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ നമ്പർ വരച്ചിരിക്കുകയാണ്. ഇതൊരു ബെഡ്റൂം ആണെന്ന് കരുതുക. അതായത് 3-4 എന്ന് എഴുതിയാക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കലഹമാണ്. അപ്പം നിങ്ങളിവിടെ നോക്കുമ്പോൾ ബെസ്റ്റ് ബെഡ്റൂമാണ്. ബെസ്റ്റ് ബെഡ്റൂമിൽ കിടന്ന വഴക്കുണ്ടാവും എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഈ നമ്പറിൽ കിടന്ന വഴക്കുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഈ നമ്പർ ഇവിടെ ആണെങ്കിലോ അവിടെ കിടന്നാലും വഴക്കുണ്ടാവും. ദിക്കിനെ ബേസ് ചെയ്തിട്ടല്ല പറയുന്നത്. പക്ഷേ 2026 സംബന്ധിച്ചിടത്തോളം എല്ലാ വെസ്റ്റിലും ഇപ്പോൾ ഒരു 3 വന്നിട്ടുണ്ട്. അത് ഈ വർഷത്തെ കാര്യമാണ്. അപ്പൊ ഈ വർഷം വെസ്റ്റ് ബെഡ്റൂമിൽ കിടക്കുന്നവർക്ക് കലഹത്തിന് സാധ്യത കൂടുതലാണ്. 2026 കലഹത്തിന്റെ നക്ഷത്രമായ 3 വന്നിരിക്കുന്നത് എല്ലാ സ്ഥലത്തും പടിഞ്ഞാറിലാണ്. അത് ഓഫീസിലാവട്ടെ വീട്ടിലാവട്ടെ. അപ്പോൾ പടിഞ്ഞാറിൽ നിങ്ങൾ കിടന്നാൽ അല്ലെങ്കിൽ പടിഞ്ഞാറിൽ നിങ്ങൾ ഇരുന്നാൽ കലഹത്തിന് സാധ്യതയുണ്ട്. പടിഞ്ഞാറ് വശത്ത് പ്രധാന വാതിൽ വന്നാലും കലഹത്തിന് സാധ്യതയുണ്ട്. എപ്പോൾ? 2026. അത് ഈ വർഷത്തെ കാര്യം. നിങ്ങളുടെ വീടിന്റെ ഒരു ഫ്ലൈയിങ് സ്റ്റാർ എടുത്തു. 10 കൊല്ലത്തിന് മുമ്പ് ചെയ്ത വീട്, 20 കൊല്ലത്തിന് മുമ്പ് ചെയ്ത വീട്, 30 കൊല്ലത്തിന് മുമ്പ് ചെയ്ത വീട്, നിങ്ങളുടെ വീടിന്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്തു. അപ്പോൾ 3, 4 എന്ന് പറയുന്ന ഒരു ഫ്ലൈയിങ് സ്റ്റാർ നമ്പറിലാണ് നിങ്ങൾ കിടക്കുന്നത്. അതായത് ഇടത് വശത്ത് ഈ 3 എന്ന് പറയുന്ന മൗണ്ടൻ സ്റ്റാർ വന്ന ബെഡ്റൂമിലാണ് നിങ്ങൾ കിടക്കുന്നത്. ഈ വീട് കലഹത്തിന് സാധ്യതയുള്ള വീടാണ്. ഇനി നിങ്ങളുടെ എൻട്രൻസ് എടുത്ത് നോക്കിയപ്പോൾ എൻട്രൻസിൽ വാട്ടർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് 3 ആണ്. അതായത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് 3 ആണ്. ഈ വീടും കലഹത്തിന് സാധ്യതയുള്ള വീടാണ്. അപ്പോൾ ഈ 3 ആണ് ഇവിടെ വില്ലൻ. അത് കേസും വഴക്കും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു വീട്ടിൽ എത്ര 3 കാണും? ഒരു വീട്ടിൽ 3 കാണും. അതെങ്ങനെ 3 വരും? ഒന്ന് ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ആയിട്ട് മൗണ്ടൻ സ്റ്റാറിൽ വരും. ഒന്ന് റൈറ്റ് സൈഡിൽ ഒരു 3 ആയിട്ട് വാട്ടർ സ്റ്റാറിൽ വരും. ഒന്ന് അതാത് വശത്തൊരു 3 കാണും. അതായത് വാട്ടർ സ്റ്റാറിൽ എൻട്രൻസ് ഉണ്ടെങ്കിൽ വീട്ടിൽ പൊതുവെ വഴക്കിന് സാധ്യതയുണ്ട്. മൗണ്ടൻ സ്റ്റാറിൽ 3 ഉണ്ടെങ്കിൽ ആ റൂമിൽ കിടക്കുന്നവർക്ക് വഴക്കിന് സാധ്യതയുണ്ട്. ഈ വർഷത്തെ 3 നിങ്ങളുടെ വാതിലിലോ ബെഡ്റൂമിലോ ഉണ്ടെങ്കിൽ അവർക്ക് വഴക്കിന് സാധ്യതയുണ്ട്. ഇത്തരം കാരണങ്ങളാൽ വീട്ടിൽ കലഹമുണ്ടാവാം. ഫെങ്ഷുയുടെ ചില ടൂളിലേക്ക് പോവാം. ഇനി ഇതിന് ഒരു റെമഡി വേണ്ടേ സാറേ? ഉണ്ടല്ലോ, റെമഡി ഉണ്ടല്ലോ. എന്ത് വേണം? പൊളിക്കണോ? പൊളിക്കണ്ട. 4 സ്ക്വയർ ഫീറ്റ് ഉള്ള, അതായത് 2 അടി നീളവും 2 അടി വീതിയുള്ള 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റെഡ് കളർ മാറ്റ് ഈ എനർജി അറിയാവുന്ന സ്ഥലത്ത് നിങ്ങൾ വാങ്ങിച്ചിട്ടാൽ ഈ പ്രശ്നം സോൾവ് ആവും. ഒരു വലിയ പ്രശ്നം ഒരു റെഡ് കളറിൽ സോൾവ് ആവും. അതെന്താ അങ്ങനെ? ഈ 3 എന്ന് പറയുന്നത് ഒരു വുഡ് എനർജിയാണ്. അപ്പം ആ വുഡ് എനർജി അവിടെ നമുക്ക് കലഹങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വുഡിനെ നശിപ്പിക്കണം. വുഡിനെ നശിപ്പിക്കാൻ ആർക്ക് പറ്റും? ഫയറിന് പറ്റും. ഫയറിൻ്റെ കളർ എന്താണ്? റെഡാണ്. അപ്പം ആ റെഡ് എനർജി അവിടെ കൊടുത്താൽ ഈ പ്രശ്നം സോൾവ് ആവും. ഈ രീതിയിലാണ് ഫെങ്ഷു വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു നാച്ചുറൽ കലാഭാഷാണ്. ഇത് ഹെൽത്ത് മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ആരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തിയുടെ ഹെഡിന് സമീപത്ത് ഇത് വെക്കുന്നത് നല്ലൊരു ടൂളായിട്ട് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഫെങ്ഷുയിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ തെക്ക് വശത്ത് നിങ്ങൾക്ക് ഒരു ഫീനിക്സ് ബേർഡിനെ വെക്കാം.
സ്വീകരണമുറിയുടെ പടിഞ്ഞാറ് വശത്ത് വെസ്റ്റിൽ നിങ്ങൾക്കൊരു വൈറ്റ് ടൈഗറിനെ വെക്കാം. സ്വീകരണമുറിയുടെ നോർത്തിൽ വടക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ടോർട്ടോയ്സ് വെക്കാം. സ്വീകരണമുറിയുടെ കിഴക്ക് വശത്ത് നിങ്ങൾക്ക് ഒരു ഡ്രാഗൺ വെക്കാം. ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽ ലോക്കറ്റുകൾ നിങ്ങൾക്ക് പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ തരും. അത് ഏത് സ്റ്റോൺ ആണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അമത്യസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡിവൈൻ സപ്പോർട്ട് തരും. റോസ് ക്വാർട്സ് ആണെങ്കിൽ ലവ് എനർജി ഉണ്ടാവും, വിവാഹത്തിന് നല്ലതാണ്. വൈറ്റ് ആണെങ്കിലോ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധിക്ക് നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.